It's me, Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ക്യാരറ്റും സേമിയയും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വേഗം നമുക്ക് പായസം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുന്തിരിയെല്ലാം നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലോട്ട് 2 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്ററിന്റെ ഏറ്റവും ചെറിയ ഹോൾസിൽ ഇട്ടിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സ്മെല്ലും കൂടെ വരും. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1 കപ്പോളം ചെറുതായിട്ട് ഒടിച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സേമിയ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 2 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 1/2 കപ്പ് പാലാണ് ഞാൻ നേരത്തെ ക്യാരറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാലൻസ് പാലെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഒരു 3/4 വേവായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സേമിയ ഇപ്പോൾ ഒരു 3/4 വേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അല്ല, ഇത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇപ്പം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സേമിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ പായസം. ഇനി നമുക്കിത് എടുത്ത് വെക്കും തോറും ചൂടാറി വരും തോറും കുറേ കൂടി തിക്കായി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിച്ചിട്ട് കഴിക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.